വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവ്യസ്നേഹം കൊണ്ടുവരിക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 4:18 സ്നേഹത്തിൽ ഭയമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയത്തെ ജയിക്കുന്ന ദൈവത്തിന്റെ ശക്തി സ്നേഹമാണ്. അതിനാൽ നിങ്ങൾ ഭയപ്പെടുമ്പോഴെല്ലാം ദിവ്യമായ സ്നേഹം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്ന് 1 യോഹന്നാൻ 4:16 കാണപ്പെടുന്നു. ബൈബിൾ പറയുന്നു, സ്നേഹത്തിൽ ഭയമില്ല, എന്നാൽ പൂർണ്ണമായ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. കാരണം ഭയം പീഡനത്തെ ഉൾക്കൊള്ളുന്നു. എന്നാൽ ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത്. ഇത് 1 യോഹന്നാൻ 4:18-19 കാണപ്പെടുന്നു. ഒരു സൺഡേ സ്കൂളിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പെട്ടെന്ന് സാത്താൻ വന്ന് വാതിൽക്കൽ മുട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ചില പെൺകുട്ടികൾ പറഞ്ഞു, പേടിച്ച് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുമെന്ന്. മറ്റു ചിലർ പറഞ്ഞു, വാതിൽ തുറക്കുകയേയില്ല. ചിലർ പറഞ്ഞു, സാത്താനോട് പോകാൻ കൽപ്പിക്കുമെന്ന്. എന്നാൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോട് ഉത്തരം പറഞ്ഞു, സാത്താൻ വാതിൽ മുട്ടിയാൽ ഞാൻ കർത്താവായ യേശുവിനോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. സാത്താൻ ഓടിപ്പോകും. എത്ര അത്ഭുതകരമായ ഉത്തരം! യേശുവിനെ സ്നേഹിക്കുന്നവർ ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ഭയം അവരെ കീഴടക്കുന്നില്ല. അതിനാൽ ദൈവസ്നേഹം സ്വീകരിക്കുക. ബൈബിൾ പറയുന്നു, ഇപ്പോൾ പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം പകർന്നിരിക്കുന്നു. ഇത് റോമർ 5:5 കാണപ്പെടുന്നു. നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വലിയ ധൈര്യത്താൽ നിറയും. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളെ വലയം ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ദൂതന്മാർ നിങ്ങളോടൊപ്പം ഉണ്ടെന്നും മുഴുവൻ സ്വർഗവും നിങ്ങളുടെ പിന്നിലാണെന്നും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരു സാധാരണ പോലീസുകാരൻ ഒരു കുറ്റവാളിയെ പിന്തുടരാനും പിടികൂടാനും ശ്രമിക്കുമ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ ഭയമില്ല. കാരണം മുഴുവൻ പോലീസ് സേനയും തന്റെ പിന്നിലാണെന്ന് അയാൾക്ക് തോന്നുന്നു. കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറയുന്നു, എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. ഇത് പുറപ്പാട് 33:14 ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് യോശുവ 1:5 ലോകാവസാനം വരെ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് മത്തായി 28:20 കാണപ്പെടുന്നു. മക്കളെ, എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും അനുഭവിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 13:6 അതിനാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവ് എൻ്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എനിക്ക് എന്തു ചെയ്യും? ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 4, 5, 6 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 1 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.